In this lecture, we will discuss about the correlation between signals. So, എന്താണ് correlation? രണ്ട് സിഗ്നൽസ് തമ്മിൽ കോറിലേറ്റ് ചെയ്തേക്കുവാണ്, അല്ലെങ്കിൽ കോറിലേഷൻ ഓഫ് ടു സിഗ്നൽസ് മീൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ ദോസ് സിഗ്നൽസ്. സോ ഇപ്പം രണ്ട് വേവ് ഫോംസ് അല്ലെങ്കിൽ രണ്ട് സിഗ്നൽസ് തമ്മിൽ എത്രമാത്രം സിമിലർ ആണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിൽ എത്രമാത്രം സിമിലർ ആണ്, അത് മെഷർ ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഈ കോറിലേഷൻ മെയിനായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ക്രോസ് കോറിലേഷനും ഉണ്ട്, ഓട്ടോ കോറിലേഷനും ഉണ്ട്. സോ ക്രോസ് കോറിലേഷൻ എന്താണ്, ഓട്ടോ കോറിലേഷൻ എന്താണ്, ഇത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. സോ കോറിലേഷൻ മീൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സിഗ്നൽസ്. അപ്പോൾ ക്രോസ് കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു, അല്ലെങ്കിൽ നമുക്ക് പറയാം രണ്ട് സിഗ്നൽസ് തമ്മിലുള്ള ഒരു മാച്ചിങ് നമുക്ക് മെഷർ ചെയ്യാനുള്ള ഒരു പാരാമീറ്ററാണ് ഈ കോറിലേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ക്രോസ് കോറിലേഷൻ എന്താണ്, ഓട്ടോ കോറിലേഷൻ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് വൺ, ക്രോസ് കോറിലേഷൻ. ഈ ക്രോസ് കോറിലേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് എനർജി സിഗ്നൽസിനും ഡിഫൈൻ ചെയ്യാം, പവർ സിഗ്നൽസിനും ഡിഫൈൻ ചെയ്യാം. സോ നമ്മൾ എനർജി സിഗ്നൽ എന്താണ്, പവർ സിഗ്നൽ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈച്ച് കേസ് നമുക്ക് കോറിലേഷൻ ഡിഫൈൻ ചെയ്യാം. സോ ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ ഫോർ എനർജി സിഗ്നൽസ്. അപ്പോൾ എനർജി സിഗ്നൽസിൻ്റെ കേസിൽ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്, കൺസിഡർ ടു എനർജി സിഗ്നൽസ് അല്ലെങ്കിൽ ടു സിഗ്നൽസ് ഓഫ് ഫൈനൈറ്റ് എനർജി. അപ്പോൾ നമ്മൾ ആ കൺസിഡർ ചെയ്യുന്ന സിഗ്നൽസ് x1 of t ആൻഡ് x2 of t, ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന സിഗ്നൽ. അപ്പം ഇത് തമ്മിലുള്ള ക്രോസ് കോറിലേഷൻ അല്ലെങ്കിൽ ആ സിമിലാരിറ്റി ബിറ്റ്വീൻ ടു സിഗ്നൽസ്, ടു ഡിഫറെൻറ്റ് സിഗ്നൽസ് ആണ്. ടു x1 of t എന്ന് പറയുന്ന x2 of t എന്ന് പറയുന്ന രണ്ട് എനർജി സിഗ്നൽസ് തമ്മിലുള്ള ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഇങ്ങനെയാണ്: r x1 x2 of t ഈക്വൽ ടു ഇൻ്റഗ്രൽ minus infinity to infinity x1 of t into x2 of t minus tau dt. ഇപ്പോൾ കൺവല്യൂഷൻ്റെ ഇക്വേഷനുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് ഈ ഇക്വേഷനും വരുന്നത്. ഇവിടെ x1 of tau അല്ല, പക്ഷേ x1 of t into x2 of t minus tau dt. അപ്പോൾ ഒരു സിഗ്നലും അതിൻ്റെ ടൈം ഡിലേഡ് വേർഷനും തമ്മിലുള്ള ഒരു സിമിലാരിറ്റി, അതാണ് ശരിക്കും ഈ ക്രോസ് കോറിലേഷൻ അല്ലെങ്കിൽ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് നമുക്ക് എന്താണ് ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ്റെ ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ദിസ് ഈസ് ഓൾസോ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി x1 of t plus tau ഇൻറ്റു x2 of t dt. ഇവിടെ നമ്മൾ ഇത് റിയൽ സിഗ്നൽസ് ആണെന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുന്നത്. സോ ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ്റെ എനർജി സിഗ്നൽസിൻ്റെ കേസിലുള്ള എക്സ്പ്രഷൻ ഇതാണ്. ഇനി നമ്മൾ പവർ സിഗ്നൽസിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ പവർ സിഗ്നലിൻ്റെ കേസസിൽ സപ്പോസ് x1 ആൻഡ് x2 ആർ പവർ സിഗ്നൽ, നമുക്ക് r x1 ഓഫ് x2 ഓഫ് ടോ, ടി അല്ല ടോ ആണ്, സോ റെപ്രസെൻറ്റേഷൻ ടോ വെച്ചിട്ടാണ്. സോ r x1 x2 ഓഫ് ടോ ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ ഫോർ എനർജി സിഗ്നൽസ്. നമ്മൾ പവറിൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ആ ഒരു ഫോമിൽ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത്. ലിമിറ്റ് t ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/t ഇൻറ്റഗ്രൽ മൈനസ് t/2 ടു t/2. നമ്മൾ എനർജി പവർ സിഗ്നൽസിൻ്റെ ഇക്വേഷൻസ് പഠിച്ചിട്ടുള്ളതാണ്. കണ്ടിന്യൂസിൻ്റെ കേസിൽ ലിമിറ്റ് t ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/2t ഇൻറ്റഗ്രൽ മൈനസ് t ടു t, അല്ലെങ്കിൽ നമുക്ക് 1/t ഇൻറ്റഗ്രൽ മൈനസ് t/2 t/2 എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. സോ ഈ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇൻറ്റു x1 ഓഫ് t ഇൻറ്റു x2 ഓഫ് t മൈനസ് ടോ dt. സോ നമ്മൾ പവർ സിഗ്നൽ കേസസിൽ നമ്മൾ പവർ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് p ഈസ് ഈക്വൽ ടു ലിമിറ്റ് t ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1/t മൈനസ് t/2 ടു t മൈനസ് t/2 ടു t/2 മോഡ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടി. അപ്പോൾ ഇവിടെ ആ മോഡ് ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ ഡി ടിക്ക് പകരമാണ് നമ്മൾ x1 ഓഫ് ടി ഇൻറ്റു x2 ഓഫ് ടി മൈനസ് ടോ ഡി ടി എന്ന് പറയുന്നത്. അപ്പം ഇത് ആ ഒരു പവർ സിഗ്നൽ നമ്മൾ ഇവാലുവേഷന് വേണ്ടി
യൂസ് ചെയ്തിരുന്ന ഇക്വേഷനുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ഇക്വേഷൻ തന്നെയാണിതും. സോ ഇതാണ് നമ്മൾ പവർ സിഗ്നലിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്ന ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ദിസ് ഈസ് ഓൾസോ സെയിം ആസ് ലിമിറ്റ് t tends to infinity 1/t integral minus t by 2 to t by 2 x2 of അല്ലെങ്കിൽ x1 of t plus tau into x2 of t dt. സോ എനർജി സിഗ്നലിൻ്റെ കേസിലുള്ള ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ ഇത്. പവർ സിഗ്നലിൻ്റെ കേസസിലുള്ള ഇക്വേഷൻ ഇതാണ്. സിമിലർലി നമുക്ക് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസിൻ്റെ കേസിൽ എനർജി പവർ കേസസിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അവിടെ നമുക്ക് സമ്മേഷൻ ഇക്വേഷൻ ആയിരിക്കും വരുന്നത്. അതുപോലെ ഇവിടെ 1/2n+1 ആ ഒരു ഫോർമുല ആയിരിക്കും വരുന്നത്. സോ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തന്നെ നമുക്ക് എനർജി സിഗ്നൽസിൻ്റെ കേസിൽ നമുക്ക് എഴുതാവുന്നതാണ്. നമുക്കിനി അടുത്ത ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. സോ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ measure of similarity between a signal and its on time delayed version. So it is a measure of similarity of a signal with its on time delayed version. സോ ഇതാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ കോറിലേഷൻ ഓഫ് എ സിഗ്നൽ വിത്ത് ഇറ്റ് സെൽഫ്. അപ്പോൾ കോറിലേഷൻ അല്ലെങ്കിൽ നമുക്കിങ്ങനെയും പറയാം, കോറിലേഷൻ ഓഫ് എ സിഗ്നൽ, കോറിലേഷൻ ഓഫ് എ സിഗ്നൽ വിത്ത് ഇറ്റ് സെൽഫ്. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് രണ്ട് സിഗ്നൽസ് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ആ സിഗ്നൽ തമ്മിൽ ആ സിഗ്നലും അതിൻ്റെ ടൈം ഡിലേഡ് വേർഷനും തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റിയാണ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, RXX ഓഫ് ടോ എന്ന് എഴുതാം. RXX ഓഫ് ടോ, ഇവിടെ x1 x2 അല്ല, എക്സും തന്നെ, അല്ലെങ്കിൽ ആ ഒരു സെയിം സിഗ്നലിൻ്റെ ടൈം ഡിലേഡ് വേർഷനുമായിട്ടുള്ള സിമിലാരിറ്റിയാണ്. സോ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം, ഇൻറ്റഗ്രൽ -∞ to infinity x of t into x of t minus tau dt, which is same as integral -∞ to infinity x of t plus tau into x of t dt. സോ ഇതാണ് നമ്മുടെ ഓട്ടോ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഇത് എനർജി സിഗ്നലിൻ്റെ കേസിലാണ്, എനർജി സിഗ്നൽസിൻ്റെ കേസിൽ. ഇനി പവർ സിഗ്നലിൻ്റെ കേസസിലാണെങ്കിൽ ആ ഒരു നേരത്തെ പറഞ്ഞ ലിമിറ്റ് വെച്ചിട്ടുള്ള ആ ഒരു ഫോർമുല വരും. RXX ഓഫ് ടോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് t tends to infinity 1/t integral -t/2 to t/2 x of t into x of t minus tau dt, and this is equal to limit t tends to infinity 1/t integral -t/2 to t/2 x of t plus tau into x of t dt. സോ എനർജി സിഗ്നലിൻ്റെ കേസിലുള്ള ഓട്ടോ കോറിലേഷൻ്റെ ഫോർമുല ഇതാണ്. പവർ സിഗ്നലിൻ്റെ കേസിലുള്ള ഇക്വേഷൻസ് ഇതുമാണ്. സോ ഇതാണ് നമുക്ക് ക്രോസ് കോറിലേഷൻ്റെ രണ്ട് ടൈപ്സ്, കോറിലേഷൻ്റെ രണ്ട് ടൈപ്സ്, ക്രോസ് കോറിലേഷനും ഓട്ടോ കോറിലേഷനും. ദെൻ നമുക്ക് ഇനി പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഓർത്തോഗണാലിറ്റി ഓഫ് സിഗ്നൽസ്, അല്ലെങ്കിൽ ഓർത്തോഗണൽ സിഗ്നൽസ് എന്താണെന്നാണ്. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ഇങ്ങനെ പറയാം, ടു സിഗ്നൽസ് are said to be, two signals are said to be orthogonal, are said to be orthogonal over the interval t1 to t2 if its inner product is 0. If its inner product is
0. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ t1 to t2 x1 of t into x2 conjugate of t dt equal to 0. സോ ഇങ്ങനെ നമുക്ക് രണ്ട് സിഗ്നൽസിന് അല്ലെങ്കിൽ അതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് 0 ആയിട്ട് വരുന്ന കേസസിൽ നമുക്ക് പറയാം ദേ ആർ സെഡ് ടു ബി ഓർത്തോഗണൽ സിഗ്നൽസ് എന്ന് പറയാം. ഇതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നത് സൈൻ കോസ് ഫങ്ഷൻസ്. So sine and cos functions, sine and cosine functions with the same phase and the same frequencies are orthogonal. Same sine and cosine functions with the same. അപ്പോൾ ഇവിടെ x1 of t, x2 of t അതൊരു റിയൽ സിഗ്നൽ ആണെങ്കിൽ x1 of t, x2 of t dt equal to 0 അങ്ങനെ നമുക്ക് പറയാം. So sine and cosine functions with the same phase and same frequencies, same phase and same frequencies are orthogonal. ഇത് ഒരു എക്സാമ്പിൾ ആണ്. സോ നമുക്കത് മാത്തമാറ്റിക്കലി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ, ഇപ്പം ഞാൻ ഇൻ്റർവെൽ എടുക്കുന്നു 0 മുതൽ t വരെ, സൈൻ ഫംഗ്ഷൻ സൈൻ n ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ ഇൻറ്റു കൊസൈൻ ഫംഗ്ഷൻ കോസ് n ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി സെയിം ആണ്, ഫേസും സെയിം ആണ്. ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് 0 ആവുന്ന, സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് ഫംഗ്ഷൻസും ഓർത്തോഗണലാണ്. സോ ഇതാണ് മാത്തമാറ്റിക്കലി നമുക്ക് പറയാവുന്ന ഒരു എക്സാമ്പിൾ. സോ ടു സിഗ്നൽസ് ആർ സെഡ് ടു ബി ഓർത്തോഗണൽ ഓവർ ദ ഇൻ്റർവെൽ t1 to t2 ഇഫ് ഇറ്റ്സ് ഇന്നർ പ്രോഡക്റ്റ് ഈസ് 0. സോ ഇതാണ് ഓർത്തോഗണാലിറ്റി ഓഫ് സിഗ്നൽസ്. ഇനി നമുക്ക് കോറിലേഷൻ, ഓട്ടോ കോറിലേഷൻ ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് നോക്കാം. യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസ് നമുക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ രണ്ട് സീക്വൻസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സീക്വൻസസ് തരുന്ന കേസസിൽ നമ്മളത് ചെയ്യുന്നത് കൺവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്, ആർ എക്സും വൈയും ആണ്. സോ ആർ എക്സ് വൈ ഓഫ് എൻ, സോ ആർ എക്സ് വൈ ഓഫ് എൻ അല്ലെങ്കിൽ ആർ എക്സ് വൈ ഓഫ് ടോ എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. ആർ എക്സ് വൈ, ഞാൻ ആർ എക്സ് വൈ എന്ന് തന്നെ കൊടുക്കുവാണ്, ക്രോസ് കോറിലേഷൻ ഫംഗ്ഷൻ. സോ എക്സ് ഓഫ് എന്നും വൈ ഓഫ് എന്നും തമ്മിലുള്ള രണ്ട് സീക്വൻസ് തമ്മിലുള്ള ക്രോസ് കോറിലേഷൻ ഫംഗ്ഷനാണ് എനിക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇതിനെ നമ്മൾ കൺവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്, ഇത് പഠിച്ചു വെക്കുക. എക്സ് ഓഫ് എൻ കൺവല്യൂട്ടഡ് വിത്ത് വൈ ഓഫ് മൈനസ് എൻ. സോ എക്സ് ഓഫ് എൻ കൺവല്യൂട്ടഡ് വിത്ത് വൈ ഓഫ് മൈനസ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് കോറിലേഷൻ ഫംഗ്ഷന് ഈക്വൽ ആയിരിക്കും. സോ നമ്മളിവിടെ വൈ ഓഫ് മൈനസ് എൻ ഡിറ്റർമിൻ ചെയ്യുക. സോ വൈ ഓഫ് മൈനസ് എൻ, ഇവിടെ വൈ ഓഫ് എൻ തന്നിട്ടുണ്ട് 1 2 3 2. സോ ഇതിനെ നമ്മൾ വൈ ഓഫ് മൈനസ് എൻ എഴുതുമ്പോൾ, കാരണം നമുക്കറിയാം ഇവിടെ ആരോ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം 0 ആയിട്ട് എടുക്കാം. സോ ഇതിൻ്റെ മിറർ ഇമേജ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ടൈം റിവേഴ്സ് വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 3 2 1. സോ ഇവിടാണ് നമുക്ക് അതിൻ്റെ ആരോ 0th പൊസിഷൻ വരുന്നത്. ദെൻ നമുക്ക് കൺവല്യൂഷൻ കണ്ടുപിടിക്കാം. എക്സ് ഓഫ് എൻ ഉണ്ട്, എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 1 3 2 2 ആണ്. ദെൻ ഇത് തമ്മിലുള്ള കൺവല്യൂഷൻ അങ്ങ് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാം. സോ ഈ ഒരു കോളം ഞാൻ എക്സ് ഓഫ് എൻ തിരിച്ചു കൊടുക്കാം. ഇത് എക്സ് ഓഫ് എന്നും ഇത് വൈ ഓഫ് മൈനസ് എന്നുമായിട്ട് കൺസിഡർ ചെയ്യുവാണ്. എക്സ് ഓഫ് എൻ എന്ന് പറയുന്നത് 1 3 2 2 and y of minus n is 2 3 2 1. So multiply ചെയ്യുന്നു 2 6 4 4, then 3 9 6 6, then 2 6 4 4, then last term is 1. So 1 3 2 2. then ഇത് ഗ്രൂപ്പ് ചെയ്യുക. കൺവല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യാനുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ രീതിയിൽ നമ്മൾ ആ വാല്യൂസ്
ഡിറ്റർമിൻ ചെയ്തെടുക്കുക. സോ നമുക്ക് y ഓഫ് n rxy ക്രോസ് കോറിലേഷൻ വാല്യൂ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. rxy is equal to 2, ആഡ് ചെയ്യുമ്പോൾ 6 + 3 9, 9 + 2 11, 15 വരും. ദെൻ അടുത്തത് 7, 13, 17. നെക്സ്റ്റ് ടേം 3, 4, 7, 13, then 6, then 2. ദെൻ നമുക്കറിയാം ആരോ എവിടെയാണ് കൊടുക്കേണ്ടതെന്ന്. ഈ ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടാണ്, 0-യിലാണ്. ഈ ഒരു സിഗ്നൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0, -1, -2, -3. സോ നമ്മുടെ ഫസ്റ്റ് ടേം -3 ആയിരിക്കും. സോ -3, -2, -1, 0 ഇവിടെ ആയിരിക്കും നമ്മുടെ ആരോ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് എങ്ങനെയാണ് കൺവല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മളിവിടെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. സോ ഈ ഒരു ഫോർമുല, അതിനെ കൺവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ദെൻ നമുക്കൊരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ സീക്വൻസിൻ്റെ ഒരു സീക്വൻസ് തന്നിരിക്കുവാണ്. x ഓഫ് n ഈക്വൽ ടു 1, 1, 2, 3. ഈ ഒരു ഫംഗ്ഷൻ്റെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓട്ടോ കോറിലേഷൻ. സോ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് rxx വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ x ഓഫ് n തന്നിട്ടുണ്ട്, കൺവല്യൂട്ടഡ് വിത്ത് x ഓഫ് -n. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. സോ നമുക്ക് x ഓഫ് n ഉണ്ട്, x ഓഫ് -n കണ്ടുപിടിക്കണം. x ഓഫ് n is equal to 1, 1, 2, 3. then x of -n ഡിറ്റർമിൻ ചെയ്യുക. x of -n means 3, 2, 1, 1. സോ ഇവിടെ ആയിരിക്കും ആരോ. ഇവിടെ x ഓഫ് n ഇവിടാണ്. സോ അതിൻ്റെ മിറർ ഇമേജ് എടുത്ത് x ഓഫ് -n ഡിറ്റർമിൻ ചെയ്തു. സോ x ഓഫ് -n ആൻഡ് x ഓഫ് n എഴുതി. 1, 1, 2, 3. then here 3, 2, 1, 1. so cross multiply ചെയ്യുമ്പോൾ 3, 3, 6, 9, 2, 2, 4, 6, 1, 1, 2, 3, then 1, 1, 2, 3. സോ ഇതുകൊണ്ട് ഓരോ റോയെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും. ദെൻ ഗ്രൂപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. then so we will get the value of rxx, auto correlation value നമുക്ക് കിട്ടും. ആഡ് ചെയ്യുക. 3, 5, 9, 13 plus 2, 15, 6 plus 2, 8 plus 9, 5, 3. സോ ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഇത് 0-യിലും ഇത് -3-ലുമാണ്. സോ -3-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. -3, -2, -1, 0. സോ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.